ഹായ് ഓൾ, ഏവർക്കും ലിറ്റ്യൂർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് തമിഴിൽ സൂചിപ്പിച്ച കാര്യത്തെപ്പറ്റി തന്നെയാണ്. നമുക്കറിയാവുന്ന പോലെ 2025 വർഷത്തെ ആദ്യ ഫേസ് സെറ്റ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഫെബ്രുവരി മാസം 2-ാം തീയതി കഴിഞ്ഞു. തൊട്ട് പിറ്റേ ദിവസം തന്നെ LBS ഒഫീഷ്യൽ സൈറ്റ് പ്രകാരം ടെൻറ്റേറ്റീവ് ആൻസർ കീ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അപ്പോൾ പല സെറ്റ് ആസ്പിരൻസും നിലവിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രാവശ്യം സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്ന രീതിയിലൊരു കൺഫ്യൂഷനിലാണ്. പ്രത്യേകിച്ച് ടെൻറ്റേറ്റീവ് ആൻസർ കീ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി പലർക്കും ബോർഡർ ലൈൻ ക്രൈസിസ് ഫേസ് ചെയ്യുന്ന പല ആസ്പിരൻസും ഉണ്ടാകാം. പ്രത്യേകിച്ച് അതിൽ കുറേ അധികം കുട്ടികൾ നമുക്ക് എൻക്വയറീസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ സംശയം എന്ന രീതിയിൽ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ആൻസർ ഇതായിരിക്കില്ലേ സാർ, ഇല്ലെങ്കിൽ ആ ഒരു ചോദ്യം മാറാൻ ഒരു ചലഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടോ, അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത്. ഈ ഒരു ബോർഡർ ലൈൻ ക്രൈസിസ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ, നമ്മൾ അതാണ് ആലോചിച്ചത്. അതായത് റൂട്ട് കോസ് ആണ് നമ്മൾ ആദ്യം ആലോചിച്ചുകൊണ്ടിരുന്നത്. കാരണം കൃത്യമായ പ്രിപ്പറേഷൻ്റെ കുറവ് തന്നെയാണ്. അതായത് നമുക്കറിയാവുന്ന പോലെ 2016 സിലബസ് ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ 2025 ഫസ്റ്റ് ഫേസ് എക്സാം കഴിഞ്ഞു. ഏകദേശം 9 വർഷങ്ങൾ പിന്നിട്ടു. 9 വർഷത്തിലും എങ്ങനെ നോക്കിയാലും 2 ഫേസ് എക്സാം നടന്നിട്ടുണ്ട്. എങ്ങനെ നോക്കിയാലും കൃത്യമായിട്ട് പറയാൻ ഒരു 18ഓളം എക്സാം, ഇല്ലേ വേണ്ട ഒരു 15-ന് മുകളിൽ എക്സാംസ് ഇതിനോടകം നടന്നിട്ടുണ്ട്. അപ്പോൾ 2016 നടന്നുള്ള സെറ്റ് ഇംഗ്ലീഷ് എക്സാം പേപ്പർ ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയും അതേസമയം 2025 ഇപ്പോൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് മാറിയിട്ടുണ്ട്, എങ്ങനെയൊക്കെ ചോദിക്കുന്ന ലെവൽ മാറുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ വളഞ്ഞും ഇനി അല്ലാതെ രീതിയിലും ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ എത്രത്തോളം ഫ്രീക്വൻസി ഇല്ലെങ്കിൽ അതിൻ്റെ എത്രത്തോളം എണ്ണം, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ രീതികളിലൊക്കെ ക്വസ്റ്റ്യൻസ് മാറി മാറി വന്നുകൊണ്ടിരിക്കും. എന്നാൽ അന്നും ഇന്നും ഒരുപോലെ സ്റ്റാറ്റിക്കായിട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമായിരിക്കും സെറ്റ് ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. മേ ബി എല്ലാവരും ചെയ്യുന്നത് പോലെ എക്സാമിൻ്റെ 1-2 മാസം മുമ്പ് കുറച്ച് ചെറിയ രീതിയിൽ ചൂടാവുന്ന സമയത്ത് ഇല്ലെങ്കിൽ അതുകൊണ്ട് പഠിക്കാനുള്ളൊരു താല്പര്യം ഇല്ലെങ്കിൽ പേടിയൊക്കെ കൊണ്ട് ചിലപ്പം പഠനം തുടങ്ങും. മേ ബി ആ ഒരു പഠനത്തിൽ കിട്ടിയാൽ കിട്ടി എന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് മാറുകയാണ്. അല്ലാതെ കൃത്യമായ ഒരു എക്സാമിന് തൊട്ട് മുമ്പ് 6 മാസം ഇല്ലെങ്കിൽ ഒരു കൊല്ലം കൃത്യമായിട്ടൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതി പാസ്സാവുന്ന കുട്ടികളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി വളരെ വളരെ കുറവാണ്. അപ്പോൾ ഇതാണ് സംഭവം. അതായത് ക്വസ്റ്റ്യൻസിൻ്റെ ഘടനകൾ മാറിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ അതിനനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് മാറുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം മുൻനിർത്തി അതിനൊരു പരിഹാരം എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനു മുമ്പുള്ള വർഷങ്ങളിലൊക്കെ ലിറ്റ്യൂർ അക്കാഡമിയിലൂടെ കോച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി മറ്റേത് അക്കാഡമിയേക്കാളും സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും നമ്മൾ ഇംഗ്ലീഷ് പേപ്പറാണ് കോച്ചിങ് നൽകുക. ആ ഒരു ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ മറ്റൊരു അക്കാഡമിയെക്കാളും ഉപരി നമ്മൾ ആത്മവിശ്വാസത്തോട് പറയുകയാണ് ഏറ്റവും അധികം ഒരു വിജയം കൈവരിക്കാനും അത് കുട്ടികൾക്ക് നൽകാനും സാധിച്ചാൽ ഏറെ സന്തോഷമുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ ഒരു വീഡിയോ കാണുന്നത് നിങ്ങളോടും പറയുന്നത്. നിങ്ങളുടെ പ്രിപ്പറേഷൻ രീതികളും നിർബന്ധമായിട്ട് മാറ്റണം. കാരണം ക്വസ്റ്റ്യൻസ് വരുന്ന രീതികൾക്കനുസരിച്ച് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ, ഇല്ലെങ്കിൽ നിങ്ങൾ തയ്യാറെടുപ്പ് മുന്നോട്ട് പോകേണ്ടത്. പ്രധാനമായും നമ്മൾ കോച്ചിങ് നൽകുന്നത് സെറ്റ് ഇംഗ്ലീഷ് പേപ്പർ 2 അതോടൊപ്പം തന്നെ സെറ്റ് ജനറൽ പേപ്പർ 1 കോച്ചിങ് ആണ്. നമ്മുടെ ഒരു കോച്ചിങ് സ്ട്രക്ചർ എന്ന് പറയുകയാണെങ്കിൽ PDF മെറ്റീരിയൽസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മുന്നിലുണ്ട്. സിമ്പിൾ ആൻഡ് സാധാരണ ഒരു കുട്ടികൾക്ക് ഏത് ആൾക്കും മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് ആവാത്ത രീതിയിൽ എല്ലാ ടേംസും പ്രധാനപ്പെട്ട സിലബസിലെ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തിട്ടുള്ള ഒരു PDF മെറ്റീരിയൽസ് ആണ്. എന്ന് വെച്ച് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ കൂടുതൽ പേജസ് കാണുന്ന സമയത്ത് മേ ബി പലർക്കും ഒരു ടെൻഷൻ ഉണ്ട്, ഇതെങ്ങനെ ഞാൻ പഠിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ പേജ് ഉൾപ്പെടുത്തിയിട്ടുമില്ല, എന്നാൽ തീരെ കുറവുള്ള രീതിയുമല്ല. കൃത്യമായി വേണ്ട കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പോയിന്റ് ടു പോയിന്റ് എന്ന രീതിയിലാണ് നമ്മുടെ PDF മെറ്റീരിയൽസ് ഒരുക്കിയിരിക്കും. അതിന് ഡീറ്റെയിൽ ചെയ്യുന്ന തരത്തിലുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളുമാണ് പിന്നീട് നമ്മൾ അടുത്ത ഫേസിൽ നൽകുക. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ലൈവ് ക്ലാസ് ആകുമ്പോൾ പലർക്കും ആ ഒരു സമയത്ത് അറ്റൻഡ് ചെയ്യാൻ ചിലപ്പോൾ ആ ഒരു ക്ലാസ് മിസ്സായി പോവുകയാണെങ്കിൽ അത് മിസ്സായത് തന്നെ. ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെക്കോർഡ് വീഡിയോ ക്ലാസ് എന്ന ഫോർമാറ്റിൽ ക്ലാസ്സുകൾ നൽകുന്നത്. അതാകുമ്പോൾ ഏതൊക്കെ സമയമാണ് ഓരോ വിദ്യാർത്ഥികളും ഫ്രീ ആവുന്നത് അതിനനുസരിച്ച് കാണാനുള്ള സൗകര്യം അത് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ തന്നെ പേപ്പർ 1 ആയിക്കോട്ടെ ഇല്ലെങ്കിൽ പേപ്പർ 2 ഇംഗ്ലീഷ് ആയിക്കോട്ടെ 6 യൂണിറ്റുകളാണുള്ളത്. അങ്ങനെ ഓരോ യൂണിറ്റുകൾക്കും കൃത്യമായ PDF മെറ്റീരിയൽസ് പ്ലസ് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ വഴി കൃത്യമായ മെറ്റീരിയൽസ് പഠിച്ചു കഴിഞ്ഞ ശേഷം ആ യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് നമ്മൾ നൽകുന്നത്. അങ്ങനെ ഈ 6 യൂണിറ്റുകൾക്കും കൃത്യമായ PDF മെറ്റീരിയൽസ് പ്ലസ് റെക്കോർഡഡ് വീഡിയോ ക്ലാസ് പ്ലസ് മോക്ക് ടെസ്റ്റ് എന്ന രീതിയിലുള്ള സെറ്റാണ് ആദ്യം നമ്മുടെ പഠനത്തിനായിട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ 2016 മുതൽ
ഇപ്പോൾ മാറി വന്ന ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലുപരി 2016 മുമ്പ് 2010 മുതലുള്ള വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എത്രത്തോളം ക്വസ്റ്റ്യൻസ്, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു എക്സാമിനും ആദ്യ ഘട്ടം എന്ന രീതിയിൽ ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ട കാര്യം. അത് ഉൾപ്പെടുത്തി തന്നെയാണ് ഡീറ്റെയിൽ ഡിസ്കഷൻ വീഡിയോസാണ്, അല്ലാതെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു അതിൻ്റെ ആൻസർ എന്താണെന്ന് പറയുന്നു പോകുന്ന രീതിയിലല്ല. പകരം നമുക്കറിയാം, ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ അതേ ചോദ്യം വീണ്ടും ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അത് മനസ്സിലാക്കി മേ ബി ഇനി അതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിനെ ബേസ് ചെയ്ത് മേ ബി വേറെ രീതിയിൽ ചോദിക്കാം. അത് ആ ഒരു പ്രോബിലിറ്റി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ PDF ഇല്ലെങ്കിൽ എന്താ പറയുക PYQ ഡിസ്കഷൻ വീഡിയോസ് നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ പിന്നീട് നമ്മളൊരു എക്സ്ട്രാ PDF കൂടി നൽകുന്നു. ആ PDF എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുവരെ പഠിച്ച എല്ലാ സെക്ഷനും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൻഡ് ഫണ്ടമെൻ്റൽ ആയിട്ട് ഒരു കുട്ടി അറിഞ്ഞിരിക്കേണ്ട, ആ വിഷയവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട എല്ലാമായിട്ടുള്ളൊരു ചെറിയ രീതിയിൽ, അതായത് ചെറിയ രീതിയിൽ എന്ന് പറയുമ്പോൾ അതിനെ അത്രത്തോളം നിസ്സാരവൽക്കരിച്ച് പറഞ്ഞതല്ല, എന്നാൽ പ്രധാനമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു PDF കൂടി നമ്മൾ നൽകുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ ഇത്രയും കാലം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ റിവിഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ ഒരു റെലവൻറ്റ് ഏരിയ പോലും മിസ്സായി പോകുന്നില്ല. പിന്നെ ലാസ്റ്റ് ഫേസസ് നമ്മുടെ കോച്ചിങ് എന്ന് പറഞ്ഞാൽ മോഡൽ എക്സാമാണ്. യഥാർത്ഥ സെറ്റ് എക്സാം പോലെ 120 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു മോഡൽ എക്സാം. അതിപ്പോൾ പേപ്പർ 1നും പേപ്പർ 2 ഇംഗ്ലീഷും നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു കോച്ചിങ് ആണ് നമ്മൾ നൽകുന്നത്. കമ്പാരിറ്റീവ്ലി മറ്റേത് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന 10,000 രൂപകളുടെ ഒന്നിലേക്കും നമ്മുടെ ഈ ഒരു കോച്ചിങ് ഫീ തന്നെ എക്സീഡ് ചെയ്ത് പോകുന്നില്ല. ഏതൊരു സാധാരണക്കാരും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഏതൊരാൾക്കും ഈ ഒരു കോച്ചിങ് എടുക്കാൻ പറ്റണം. അതിലൊരു കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരാൾക്കും ഉണ്ടാക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയിൽ തന്നെയാണ് ഈ ഒരു കോച്ചിങ് ഈ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം, ബോർഡർ ലൈൻ ക്രൈസിസിലുള്ള കുട്ടികളാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഒരു എക്സാം കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ഏകദേശം ഒരു 5 മാർക്ക്, ഒരു 3-4 മാർക്കിന് മുകളിലോട്ടാണ് നിങ്ങളുടെ ഡിഫറൻസ് എങ്കിൽ തീർച്ചയായും എൻ്റെ ഒരു അഭിപ്രായത്തിൽ, നമുക്ക് ഇതിനു മുമ്പുള്ള കുട്ടികളുടെ ഒരു അഭിപ്രായം ഇല്ല എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, നിങ്ങൾ വെറുതെ ഈ ഒരു സെറ്റ് എക്സാമിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അടുത്ത സെറ്റ് എക്സാമിനുള്ള പ്രിപ്പറേഷൻ ടൈം വെറുതെ വെട്ടിച്ചുരുക്കണ്ട. കാരണം നമുക്കറിയാവുന്നതാണ്, കൂടിപ്പോയ 1-2 ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം മാറാനുള്ള സാധ്യത. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എത്രത്തോളം മാറി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി, ആ ഒരു വസ്തുത കൂടി മനസ്സിലാക്കി വേണം നിങ്ങൾ ഇനി റിസൾട്ടിന് വേണ്ടി വേസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ. ആ സമയം മാത്രം മതി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇനി ഓരോ യൂണിറ്റ് വൈസ് പഠിച്ച് ഒരു കൃത്യമായ ആത്മവിശ്വാസത്തോടുകൂടി പിന്നെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാനും, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും, കൂടുതൽ PYQ ഡീറ്റെയിൽ ആയിട്ട് കാണാനും, അതുവഴി മനസ്സിലാക്കാനും, പുതിയ ചോദ്യ രീതികളും പുതിയ ചോദ്യ മാതൃകളൊക്കെ ഉൾക്കൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ പുതിയ ഒരു സെറ്റ് ബാച്ച് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. നമ്മൾ ഈ ഒരാഴ്ച തന്നെ നമ്മുടെ പുതിയ സെറ്റ് ജനറൽ പേപ്പർ 1-നായാലും സെറ്റ് ഇംഗ്ലീഷ് പേപ്പർ 2-നായാലും കോച്ചിങ് ആരംഭിക്കാനായിട്ട് പോവുകയാണ്. കൃത്യമായ എല്ലാ രീതിയിലുള്ള ഈ ഒരു കോച്ചിങ് ഫെസിലിറ്റീസ് നമ്മൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മറ്റേതൊരു അക്കാഡമി കൊടുക്കുന്നത് 1 അതായത് ഇപ്പോൾ പലരും കാണുന്നത് വെച്ചാൽ കൃത്യമായ ഒരു 6 മന്ത് ആണെങ്കിൽ 6 മന്ത് കോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ജോയിൻ ചെയ്യുന്ന അന്ന് മുതൽ 6 മന്ത് എന്ന് പറയുന്ന ആ ടൈം ആകുമ്പോഴത്തേക്കും വാലിഡിറ്റി നഷ്ടപ്പെടും. പക്ഷെ നമ്മൾ അതും കൂടി മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഈ തരുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ തന്നെ 1 ഇയർ വാലിഡിറ്റിയാണ്. അതിപ്പോൾ നമുക്ക് മനസ്സിലാകും, കൃത്യമായിട്ട് 2 ഫേസ് സെറ്റ് എക്സാം, നിങ്ങൾക്ക് ഒരു സെറ്റ് എക്സാമിൻ്റെ ഫീൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇത് മറ്റൊരു അക്കാഡമി ഇതുവരെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, എത്രത്തോളം ഈ ഒരു ഫീൽഡ്, പ്രത്യേകിച്ച് സെറ്റ് ഇംഗ്ലീഷ് എന്ന ഫീൽഡിൽ ഇത്രത്തോളം കാലം തുടങ്ങിയ വർഷം മുതൽ നല്ല രീതിയിലുള്ള വിജയം കുട്ടികൾക്ക് സമ്മാനിച്ച് ഈ ഒരു അക്കാഡമി നല്ല രീതിയിൽ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ടുള്ള മാറ്റങ്ങളാണ് നമ്മൾ ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ളത്. അത് നമ്മൾ ഈ ഒരു അക്കാഡമി ജോയിൻ ചെയ്ത പല കുട്ടികളും ഇതിനോടകം തന്നെ നമ്മളോടായാലും മറ്റ് പ്ലാറ്റ്ഫോംസിലായാലും നമ്മുടെ റിവ്യൂസ് ആയാലും നമ്മുടെ ഓൾറെഡി അവരെ എങ്ങനെ പഠിച്ച് കോൺക്വർ ചെയ്തു എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതല്ല, കൃത്യമായ തെളിവോടുകൂടി, കൃത്യമായ പ്രൂഫോട് കൂടിയാണ് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് അറിയിക്കുന്നത്. അപ്പോൾ പ്രധാനമായും സെറ്റ് ജനറൽ പേപ്പർ 1, സെറ്റ് ഇംഗ്ലീഷ് പേപ്പർ 2 2025 ജൂലൈ മാസം നടക്കാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ ബാച്ച് ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ഇനിയുള്ള സമയം വെറുതെ കളയാതെ കൃത്യമായ രീതിയിൽ നമ്മോടൊപ്പം തന്നെ ചേർന്ന് പുതിയ ചോദ്യമാതൃകൾക്കനുസരിച്ച് പ്രിപ്പറേഷൻ മുന്നോട്ട് പോവുക. അതിലുവഴി നിങ്ങൾക്ക് നല്ലൊരു വിജയം നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്ഷുവർ അക്കാഡമി. താങ്ക് യു.